ഹായ്, എല്ലാ കുട്ടികൾക്കും നമസ്കാരം. രാഹുൽ സാറാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ +2 ഹാലോ ആൽക്കീൻസ് ആൻഡ് ഹാലോ അറീൻസിൽ 9 നെയിംഡ് റിയാക്ഷൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. അതിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതെങ്ങനെയാണ് ചോദിക്കുന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞു. അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക, മനസ്സിലാക്കുക, ക്ലിയർ ആക്കുക. അതിൽ നിന്ന് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ആ രീതിയിലാണ് ടോപ്പിക്ക് എടുത്തേക്കുന്നത്. അത്രയും കണക്ട് ചെയ്ത് അത്രയും ഈസി ആയിട്ട് സിമ്പിളായിട്ട് പറഞ്ഞു തന്നേക്കുകയാണ്. അപ്പോൾ അതിനനുസരിച്ച് പഠിക്കും. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ച് റിയേജൻസ് ആണ് അല്ലേ. നമ്മുടെ രണ്ടാമത്തെ ടോപ്പിക്ക് കുറച്ച് റിയേജൻസ് ആണ്. നമുക്ക് സ്ഥിരം നമ്മുടെ എക്സാമിന്, അതായത് നമ്മുടെ ക്വസ്റ്റ്യൻസിൽ റിപ്പീറ്റ് ചെയ്യുന്ന ഹാലോ ആൽക്കീൻസിലും ഹാലോ അറീൻസിലും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ചധികം റിയേജൻസ്. ഞാൻ ആ റിയേജൻസ് ഒക്കെ ഒന്ന് എഴുതാം. നിങ്ങൾ കേട്ട് കാണും എവിടെയെങ്കിലുമൊക്കെ. ഒന്നാമത്തെ റിയേജൻ്റ് എന്ന് പറയുന്നത് ആൽക്കഹോളിക് KOH ആണ്. രണ്ടാമത്തെ റിയേജൻ്റ് അക്വസ് KOH. ഓക്കെ. മൂന്നാമത്തെ റിയേജൻ്റ് എന്ന് പറയുന്നത് PCl3, PCl5, SOCl2, ഹൈഡ്രജൻ ബാർ റെഡ് ഫോസ്ഫറസ് ബാർ HX ബാർ റെഡ് ഫോസ്ഫറസ്. പിന്നെ വരുന്ന റിയേജൻ്റ് എന്ന് പറയുന്ന നാലാമത്തത് മഗ്നീഷ്യം ഡ്രൈതർ. അഞ്ചാമത്തെ റിയേജൻ്റ് എന്ന് പറയുന്നത് ലിത്തിയം അലൂമിനിയം ഹൈഡ്രൈഡ് LiAlH4. ഇതൊരു 5 റിയേജൻസ്. ഈ 5 റിയേജൻസ് എന്താണ്, എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 5 ഈ റിയേജൻസ് പല തവണ നമുക്ക് എക്സാമിന് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചതാണ്. അതുകൊണ്ട് മസ്റ്റായിട്ടും പഠിച്ചു വെച്ചത്. ബാക്കിയുള്ള റിയേജൻസ് ഓൾറെഡി നിങ്ങൾ കണ്ടു കഴിഞ്ഞു. അതായത് സോഡിയം ഹൈഡ്രൈഡ് കണ്ടു, പൊട്ടാസ്യം ഹൈഡ്രൈഡ് കണ്ടു, സോഡിയം ട്രൈതർ കണ്ടു. അതൊക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള കുറച്ച് റിയേജൻസ്. അതിൽ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്ന റിയേജൻ്റ് എന്ന് പറയുന്നത് ആൽക്കഹോളിക് KOH ആണ്. ഈ റിയേജൻ്റ്. ഇപ്പോൾ ആൽക്കഹോളിക് KOH ആണെങ്കിൽ നമുക്ക് നോക്കാം. ആൽക്കഹോളിക് KOH ഈ റിയേജൻറ്റിൽ നമ്മൾ RX എടുക്കുന്നു, ആൽക്കൈൽ ഹാലൈഡ് എടുക്കുന്നു. RX ആണ് നമ്മുടെ ആൽക്കൈൽ ഹാലൈഡ് ആണ്. ഇതെല്ലാം റിയാക്ട് ചെയ്യുന്ന ആൽക്കൈൽ ഹാലൈഡുമായിട്ടാണ്. ആൽക്കഹോളിക് KOH ആയാലും അക്വസ് KOH ആയാലും PCl ഇത് മാത്രം മാറ്റമുണ്ട് കേട്ടോ. ബാക്കി 4 പേരും RX ആൽക്കൈൽ ഹാലൈഡുമായിട്ട് തന്നെ റിയാക്ട് ചെയ്യും. ഈ 4 പേര്, ഇവർ 2 പേര്, ഇവർ 2 പേര്, ഇതെല്ലാം ആൽക്കൈൽ ഹാലൈഡുമായിട്ട് റിയാക്ട് ചെയ്യും. ഇയാൾ മാത്രം ഒരു വ്യത്യാസമുണ്ട്. ഇയാൾ റിയാക്ട് ചെയ്യുന്ന ആൽക്കഹോളുമായിട്ട്. നമുക്ക് നോക്കാം. ബാക്കിയെല്ലാം ആൽക്കൈൽ ഹാലൈഡാണ്. ഇത് 2 ആൽക്കൈൽ ഹാലൈഡാണ്, ഇത് 2 ആൽക്കൈൽ ഹാലൈഡാണ്. അത് മാത്രം ആൽക്കഹോളാണ്. അപ്പോൾ ആൽക്കൈൽ ഹാലൈഡ് എടുക്കുന്നു. ആൽക്കൈൽ ഹാലൈഡിനെ ആൽക്കീൻ എന്ന് പറഞ്ഞാൽ ഏതാ, ഡബിൾ ബോണ്ടുള്ള കോമ്പൗണ്ടായിട്ട് കൺവേർട്ട് ചെയ്യാനാണ് ആൽക്കഹോളിക് KOH. ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെ പറയുകയാണ്, അതായത് CH3CH2Cl എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു, CH2 ഡബിൾ ബോണ്ട് CH2 ആൽക്കീനായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ആൽക്കൈൽ ഹാലൈഡ് ആൽക്കീനായിട്ട് മാറുന്നത് ആൽക്കഹോളിക് KOH ആഡ് ചെയ്യുമ്പോഴാണ്. ഓക്കെ. ഇവിടെ നടക്കുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത് ഡീഹൈഡ്രോ ഹാലജനേഷൻ ആണ്. അല്ലെങ്കിൽ ബീറ്റ ഹൈഡ്രജൻ എലിമിനേഷൻ, അങ്ങനെയും നമ്മൾ പറയാറുണ്ട്. ഈ എലിമിനേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് റൂള് വരുന്നുണ്ട്. ആ റൂള് സെയ്റ്റ്സ് ഓഫ് റൂളാണ്. എല്ലാ കേസിലും നമുക്ക് സ്റ്റേറ്റ്സ് ഓഫ് റൂൾ പറയേണ്ട ആവശ്യം വരുന്നില്ല. പക്ഷേ ചില കേസിലൊക്കെ നമുക്ക് സ്റ്റേറ്റ്സ് ഓഫ് റൂൾ പറയേണ്ടി വരും. അത് നമ്മുടെ ആൽക്കഹോളിക് KOHുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന റൂളാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആൽക്കഹോളിക് KOHുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ആൽക്കൈൽ ഹാലൈഡിനെ ആൽക്കീനാക്കി കൺവേർട്ട് ചെയ്യും. നടക്കുന്ന പ്രോസസ്സ് ഡീഹൈഡ്രോ ഹാലജനേഷൻ എന്ന് പറഞ്ഞാൽ ഹൈഡ്രജനും പോവും ഹാലജനും പോവും. ആ കോമ്പൗണ്ടിൽ നിന്ന് ഒരു ഹൈഡ്രജനും പോവും ഹാലജനും പോവും. പിന്നെ ബീറ്റ ഹൈഡ്രജൻ പോകുന്നുണ്ട് ബീറ്റ പൊസിഷനിൽ നിന്നാണ്. അപ്പോൾ ബീറ്റ ഹൈഡ്രജൻ എലിമിനേഷൻ എന്ന് വിളിക്കാറുണ്ട്. അല്ലെങ്കിൽ അതിനെ ഫോളോ ചെയ്യുന്ന റൂൾ സ്റ്റേറ്റ്സ് ഓഫ് റൂളാണ്. എക്സാമ്പിൾ CH3CH2Cl. ഇതിനകത്തോട്ട് ഞാൻ ആൽക്കഹോളിക് KOHനെ ആഡ് ചെയ്യുന്നു. നടക്കുന്ന പ്രോസസ്സ് ഇതാണ്. ഹാലജൻ പോവും. ഹാലജൻ അറ്റാച്ച് ചെയ്തേക്കുന്ന കാർബണിൻ്റെ തൊട്ടടുത്ത കാർബണിൽ നിന്ന് ഹൈഡ്രജനും കൂടെ പോവും. ഹാലജൻ അറ്റാച്ച് ചെയ്തേക്കുന്ന കാർബണിൻ്റെ തൊട്ടടുത്ത കാർബൺ, ഹാലജൻ അറ്റാച്ച് ചെയ്തേക്കുന്ന കാർബൺ വിളിക്കുന്ന പേര് ആൽഫ കാർബൺ, തൊട്ടടുത്ത കാർബൺ ബീറ്റ.
ബീറ്റയിൽ നിന്നൊരു ഹൈഡ്രജൻ പോകും. അതാണ് ബീറ്റ ഹൈഡ്രജൻ എലിമിനേഷൻ എന്ന് വിളിക്കുന്നത്. ഹൈഡ്രജനും ഹാലജനും പോകുന്നത് കൊണ്ടാണ് ഡീഹൈഡ്രോ ഹാലജനേഷൻ. അപ്പം ഹാലജൻ പോവും, ഹാലജൻ അറ്റാച്ച് ചെയ്തേക്കുന്ന കാർബണിൻ്റെ തൊട്ടടുത്ത കാർബണിൽ നിന്ന് ഹൈഡ്രജനും കൂടെ പോകും. അപ്പോൾ ഇവിടെ നിന്നൊരു ഹൈഡ്രജൻ പോകും, ബാക്കി എന്താവും? CH2 ആവും. CH2 സിംഗിൾ ബോണ്ട് ഡബിൾ ബോണ്ട് ആവും. കാരണം ഇവിടുന്ന് ഓരോരുത്തർ പോകുമ്പോൾ ബാലൻസ് കറക്റ്റ് ചെയ്യാൻ ഡബിൾ ബോണ്ട് ആവും. അപ്പുറത്ത് എന്താവും? CH2. കണ്ടോ? അതായത് ഇതിനെ നമ്മൾ ഇതായിട്ട് കൺവേർട്ട് ചെയ്തു. ആരെ വെക്കുമ്പോഴാണ് അപ്പോൾ ആ റിയാക്ഷൻ നടക്കുന്ന? ആൽക്കഹോളിക് KOH. അക്വസ് KOH ഉണ്ട്, രണ്ടും രണ്ടാണ്. അപ്പോൾ ആൽക്കഹോളിക് KOH എന്ന് പറഞ്ഞാൽ ഹാലജൻ പോവും, ഹാലജൻ അറ്റാച്ച് ചെയ്തേക്കുന്ന കാർബണിൻ്റെ തൊട്ടടുത്ത കാർബണിൽ നിന്ന് ഹൈഡ്രജനും കൂടെ പോകും. അത് നോക്കേ, ഇവിടെ എന്തോ നടക്കുന്നത്? ഹാലജൻ പോവും, ഹാലജൻ അറ്റാച്ച് ചെയ്തേക്കുന്ന കാർബണിൻ്റെ തൊട്ടടുത്ത കാർബൺ ഉണ്ടോ? ഇല്ല. അപ്പോൾ ഈ റിയാക്ഷൻ നടക്കൂ? ഇല്ല. ഇപ്പോൾ ഇവിടുന്ന് ഹാലജൻ പോവും, ഹാലജൻ അറ്റാച്ച് ചെയ്തേക്കുന്ന കാർബണിൻ്റെ തൊട്ടടുത്ത കാർബണിൽ നിന്ന് ഹൈഡ്രജനും കൂടെ പോകും. ഇവിടുന്ന് ഹാലജൻ പോവും, ഇവിടുന്ന് ഹൈഡ്രജൻ പോവും. രണ്ട് കാർബണിൽ നിന്ന് ഓരോരുത്തർ പോകുമ്പോൾ ഓരോ വാലൻസ് കുറയും, ഇടയ്ക്കൊരു ഡബിൾ ബോണ്ട് ആവും. ഇതാണ് റിയാക്ഷൻ. ഓക്കെ, വായിക്കാണ്. അപ്പോൾ ഡീഹൈഡ്രോ ഹാലജനേഷനാണ്. ഹാലജൻ പോവും, ഹാലജൻ അറ്റാച്ച് ചെയ്തേക്കുന്ന കാർബണിൻ്റെ തൊട്ടടുത്ത കാർബണിൽ നിന്ന് ഹൈഡ്രജനും കൂടെ പോകും. ആൽക്കഹോളിക് KOH. എന്തോ ആൽക്കഹോളിക് KOH ആകുമ്പോൾ ഹാലജൻ പോവും. ഹാലജൻ പോവും, ഹാലജൻ അറ്റാച്ച് ചെയ്തേക്കുന്ന കാർബണിൻ്റെ തൊട്ടടുത്ത കാർബൺ, ഇതാണ് തൊട്ടടുത്ത കാർബണിൽ നിന്ന് ഹൈഡ്രജൻ പോവും. അപ്പോൾ ഇവിടുന്ന് ഹൈഡ്രജൻ പോവും. ഇതിന് മാറ്റമില്ല, അപ്പോൾ അതിനെ അതേ കണക്ക് തന്നെ എഴുതാം. CH3. ഇവിടുത്തെ ബോണ്ടിന് മാറ്റമില്ല, സിംഗിൾ ബോണ്ട്. ഇവിടുന്ന് ഒരു ഹൈഡ്രജൻ പോവും, ബാക്കി CH ആവും. ഇവിടുന്ന് ക്ലോറിൻ പോവും, അപ്പോൾ ഇവിടെ CH2 ആവും. രണ്ടിടത്തുനിന്ന് ഓരോരുത്തർ പോയതുകൊണ്ട് ഇടയ്ക്ക് ഏത് ബോണ്ടാവും? ഡബിൾ ബോണ്ടാവും. CH3 CH ഡബിൾ ബോണ്ട് CH2. ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എങ്ങനെ അറിയോ? ഇതിനെ വിളിക്കുന്ന പേര് പ്രൊപ്പൈൽ ക്ലോറൈഡ് അല്ലെങ്കിൽ 1-ക്ലോറോപ്രൊപ്പൈൻ. 1-ക്ലോറോപ്രൊപ്പൈൻ. ഇതിനെ വിളിക്കുന്ന പേര് 1-പ്രൊപ്പീൻ. ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ചിലപ്പം 1-ക്ലോറോപ്രൊപ്പീനെ എങ്ങനെ 1-പ്രൊപ്പീൻ ആക്കാം എന്നായിരിക്കും ചിലപ്പം ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. 1-ക്ലോറോപ്രൊപ്പൈനെ എങ്ങനെ 1-പ്രൊപ്പീൻ ആക്കാം? ചിലപ്പോൾ നമ്മുടെ അങ്ങനെ ആയിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. 1-ക്ലോറോപ്രൊപ്പൈനെ എങ്ങനെ 1-പ്രൊപ്പീൻ ആക്കാമെന്ന് അങ്ങനെ ആയിരിക്കും ചിലപ്പം ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഓക്കെ, അപ്പം എന്താ നമ്മൾ ചെയ്യേണ്ട? ആൽക്കഹോളിക് KOH ആഡ് ചെയ്യുന്നു. എന്താ ആൽക്കഹോളിക് KOH? ഹാലജൻ പോവും, ഹാലജൻ അറ്റാച്ച് ചെയ്തേക്കുന്ന കാർബണിൻ്റെ തൊട്ടടുത്ത കാർബണിൽ നിന്ന് ഹൈഡ്രജനും കൂടെ പോകും. ഇനി നമ്മൾ പറഞ്ഞ ഒരു റൂൾ ഇവിടെ വരുന്നുണ്ട്, സ്റ്റേറ്റ്സ് ഓഫ് റൂൾ. അങ്ങനെ എല്ലാ കേസിലും, നമ്മളിപ്പോൾ പറഞ്ഞ കേസിലൊന്നും ഞാൻ റൂൾ പറഞ്ഞില്ല. എപ്പോഴാണ് നമുക്ക് ആ റൂൾ വരുന്നത്? ചിലപ്പോൾ ആ റൂൾ മാത്രമായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും. എന്താണ് സ്റ്റേറ്റ്സ് ഓഫ് റൂൾ? ഒരു എക്സാമ്പിൾ സഹിതം പറയും. ഈ ബീറ്റ ഹൈഡ്രജൻ എലിമിനേഷൻ നടക്കുന്ന കേസിലാണ് നമുക്ക് സ്റ്റേറ്റ്സ് ഓഫ് റൂൾ വരുന്നത്. ബീറ്റ പൊസിഷനിൽ നിന്ന് ഹൈഡ്രജൻ പോകുന്ന എല്ലാവർക്കും നമുക്ക് സ്റ്റേറ്റ്സ് ഓഫ് റൂൾ പറയാൻ പറ്റും. ഇതിനകത്തോട്ട് ഞാൻ ആൽക്കഹോളിക് KOHനെ ആഡ് ചെയ്യാം. നടക്കുന്ന പ്രോസസ്സ് നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. എന്തായിരിക്കും നടക്കുന്ന പ്രോസസ്സ്? ആദ്യം ഹാലജൻ പോവും. ഹാലജൻ അറ്റാച്ച് ചെയ്തേക്കുന്ന കാർബണിൻ്റെ തൊട്ടടുത്തത്, ഹാലജൻ അറ്റാച്ച് ചെയ്തേക്കുന്ന കാർബൺ ആൽഫ കാർബൺ, അതിന് തൊട്ടടുത്ത് ഇതും തൊട്ടടുത്തതാണ്. അപ്പോൾ ഇവിടെ 2 ബീറ്റയുണ്ട്. കണ്ടോ? 2 ബീറ്റ വരുന്ന, നേരത്തെ അല്ല ഒറ്റ ബീറ്റ ഉണ്ടായിരുന്നുള്ളൂ. 2 ബീറ്റ വരുന്ന കേസിലാണ് നമുക്ക് ഏത് റൂൾ വരുന്ന? സ്റ്റേറ്റ്സ് ഓഫ് റൂൾ വരുന്നത്. അതായത് ഈ കേസിൽ നമുക്ക് 2 പ്രൊഡക്റ്റ് കിട്ടും. ഈ ബീറ്റയിൽ നിന്നും ഹൈഡ്രജൻ പോകാം, അപ്പോൾ ഒരു പ്രൊഡക്റ്റ്. ഈ ബീറ്റയിൽ നിന്നും ഹൈഡ്രജൻ പോകാം, അപ്പോൾ അടുത്ത പ്രൊഡക്റ്റ്. അതിൽ ഒരെണ്ണം മേജറും ഒരെണ്ണം മൈനറും ആയിരിക്കും. നമുക്ക് 2 പ്രൊഡക്റ്റ് കിട്ടിയാൽ ഒരെണ്ണം മാത്രമേ മേജർ ആവും, 80% മുകളിലും അതായിരിക്കും. മറ്റേത് മൈനർ, അതൊരു 10%-നകത്തായിരിക്കും അതിൻ്റെ വാല്യൂ. അപ്പോൾ നമുക്ക് നോക്കാം. നമുക്ക് 2 പ്രൊഡക്റ്റ് കിട്ടും. ഞാൻ 2 പ്രൊഡക്റ്റ് എഴുതാം. ഒന്നാമത്തത് ഇവിടുന്ന് ഹൈഡ്രജൻ പോകുന്നു. അപ്പോൾ ഇവിടുന്ന് ഹാലജൻ പോകുന്നു, ഹാലജൻ അറ്റാച്ച് ചെയ്യുന്ന കാർബൺ തൊട്ടടുത്ത കാർബണിൽ നിന്ന് ഹൈഡ്രജൻ. അപ്പോൾ ഇവിടുന്ന് ഹൈഡ്രജൻ, ഇവിടുന്ന് ഹാലജൻ. അപ്പോൾ ഇവിടെ ഡബിൾ ബോണ്ട് വരും. എന്ത് പറഞ്ഞേ? CH3 എന്താവും? CH2 ആവും. കാരണം ഇവിടുന്ന് ഒരു ഹൈഡ്രജൻ പോവും, സിംഗിൾ ബോണ്ട് ഡബിൾ ബോണ്ട് ആവും. CHൻ്റെ കയ്യിൽ നിന്ന് ബ്രോമിൻ പോവും, CH ആവും. പിന്നെ ബാക്കി അത് കണക്ക് തന്നെ, CH2ഉം CH3. കണ്ടോ? പിന്നെ എന്തുവാ? ഇവിടുന്ന് പോയാൽ ഇയാൾക്ക് മാറ്റമില്ല, അയാൾ അങ്ങനെ തന്നെ. CH3 അങ്ങനെ തന്നെ, സിംഗിൾ ബോണ്ടിന് മാറ്റമില്ല. സിംഗിൾ ബോണ്ട് CH,
CHൻ്റെ കയ്യിൽ നിന്ന് BR പോവും, ഇയാളുടെ കയ്യിൽ നിന്ന് H പോവും, ഇടയ്ക്കൊരു ഡബിൾ ബോണ്ട് ആവും. ഡബിൾ ബോണ്ട് CH2 എന്താവും? CH ആവും. പിന്നെന്താ? CH3. ഇതിലൊന്ന് മേജറും ഒന്ന് മൈനറും ആയിരിക്കും. അതിൽ ഏത് മേജർ ഏത് മൈനർ എന്ന് പറഞ്ഞു തരുന്ന റൂളാണ് സ്റ്റേറ്റ്സ് ഓഫ് റൂൾ. സ്റ്റേറ്റ്സ് ഓഫ് റൂൾ പറയുന്നത് ഏത് ബീറ്റയുടെ സൈഡിലാണോ കൂടുതൽ കാർബൺ വരുന്നത് അവിടെ നിന്ന് പോകുന്ന ഹൈഡ്രജൻ ആയിരിക്കും മേജർ. ഏത് ബീറ്റയുടെ സൈഡിലാണോ, ഈ ബീറ്റയുടെ സൈഡിൽ എത്ര കാർബൺ ഉണ്ട്? ഒരു കാർബണേ ഉള്ളൂ. ഈ ബീറ്റയുടെ സൈഡിൽ എത്ര കാർബൺ ഉണ്ട്? 2 കാർബൺ. അപ്പോൾ ഇവിടുന്ന് പോകുന്നതായിരിക്കും മേജർ. ഇവിടുന്ന് പോകുന്ന പ്രൊഡക്റ്റ് ഏതാ? ഇതായിരിക്കും മേജർ. അതായത് 80% മുകളിൽ ഇതായിരിക്കും. ഇതെന്തായിരിക്കും? മൈനർ ആയിരിക്കും. മേജറും മൈനറും. സോ സ്റ്റേറ്റ്സ് ഓഫ് റൂള് ബീറ്റ ഹൈഡ്രജൻ എലിമിനേഷൻ നടക്കുന്ന സമയത്ത് 2 ബീറ്റ വരുന്ന സമയത്ത് മാത്രമേ സ്റ്റേറ്റ്സ് ഓഫ് റൂൾ പറയാം. ഒറ്റ ബീറ്റേ ഉള്ളൂവെങ്കിൽ സ്റ്റേറ്റ്സ് ഓഫ് റൂളിൻ്റെ ആവശ്യമില്ല, ആ ബീറ്റയിൽ നിന്ന് പോകും. 2 ബീറ്റ ഉണ്ടെങ്കിൽ നമുക്ക് 2 പ്രൊഡക്റ്റ് കിട്ടും. അതിലൊന്ന് മേജറും ഒന്ന് മൈനറും. അതിൽ ആര് മേജർ ആര് മൈനർ എന്ന് പറഞ്ഞു തരുന്ന റൂളാണ് സ്റ്റേറ്റ്സ് ഓഫ് റൂൾ. സ്റ്റേറ്റ്സ് ഓഫ് റൂൾ അനുസരിച്ച് ഏത് ബീറ്റയിലാണോ അല്ലെങ്കിൽ ഏത് ബീറ്റയുടെ സൈഡിലാണോ കൂടുതൽ കാർബൺ വരുന്നത് ആ സൈഡിൽ നിന്ന് പോകുന്നതായിരിക്കും മേജർ, മറ്റേ സൈഡിൽ നിന്ന് പോകുന്നത് മൈനർ ആയിരിക്കും. ഇതാണ് ആൽക്കഹോളിക് KOHും അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന റൂൾ. ഓക്കെ, ചിലപ്പോൾ എക്സാമിന് ഇതിനൊക്കെ ക്വസ്റ്റ്യൻ ഉണ്ട്. ആൽക്കഹോളിക് KOH എന്നിട്ട് പ്രൊഡക്റ്റ് എഴുതാൻ പറയും. മേജർ പ്രൊഡക്റ്റിനെ നമുക്ക് പറഞ്ഞു തരുന്ന റൂൾ ഏതാണെന്ന് ചോദിക്കും. ആ റൂൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും. അങ്ങനെ പല രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കും. സോ ഇതാണ് ആൽക്കഹോളിക് KOH. അപ്പോൾ ആൽക്കഹോളിക് KOH നമ്മൾ പഠിച്ചു കഴിഞ്ഞു, ടിക്ക് ചെയ്തു ആൽക്കഹോളിക് KOH. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തിലോട്ട് പോകും. ഇതിനകത്താണ് ഹൈഡ്രോ ഹാലജനേഷനാണ്, ബീറ്റ ഹൈഡ്രജൻ എലിമിനേഷൻ നടക്കുന്നുണ്ട്. സ്റ്റേറ്റ്സ് ഓഫ് റൂൾ ഫോളോ ചെയ്യുന്നുണ്ട്. സ്റ്റേറ്റ്സ് ഓഫ് റൂൾ ഫോളോ ചെയ്ത് 2 ബീറ്റ വരുമ്പോഴാണ് ഈ ബീറ്റ ഹൈഡ്രജൻ എലിമിനേഷൻ നടക്കുന്ന എല്ലാ കേസിലും സ്റ്റേറ്റ്സ് ഓഫ് റൂൾ ഉണ്ട്. ഓക്കെ ഓക്കെ സോ രണ്ടാമത്തെ ആളിലൂടെ നമ്മൾ പോവുകയാണ്. രണ്ടാമത്തെ റിയേജന്റ് നമ്മുടെ അക്വസ് KOH ആണ്. നമുക്ക് അക്വസ് KOH എടുക്കാം. അക്വസ് KOH നമ്മൾ നേരത്തെ പറഞ്ഞ ആൽക്കഹോളിക് ആണ്, ഇപ്പോൾ പറയുന്ന അക്വസ് ആണ്. ഇവിടെ നമ്മൾ RXനെ തന്നെ എടുക്കുന്ന RX സെയിം റിയേജന്റ്, മാറ്റമൊന്നുമില്ല. RX എടുത്തിട്ട് ഞാൻ ഇതിനകത്തോട്ട് അക്വസ് KOH ആഡ് ചെയ്യാണ്. അക്വസ് KOH ആഡ് ചെയ്ത് ഞാൻ സംഭവിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഇവിടുത്തെ X മാറിയിട്ട് അതിന് പകരം OH കയറും. അതായത് Kയും Xും കൂടെ ചേർന്ന് KX പുറത്ത് പോകും, -KX പുറത്തു പോകും. ബാക്കി Xൻ്റെ സ്ഥാനത്ത് OH കയറും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ROH കിട്ടും. അതായത് ആൽക്കൈൽ ഹാലൈഡ് ആൽക്കഹോളായിട്ട് കൺവേർട്ട് ചെയ്യും. ഫോർ എക്സാമ്പിൾ നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, എൻ്റെ കയ്യിൽ CH3CH2Cl ഉണ്ടായിരുന്നു കേട്ടോ, അത് CH3CH2OH ആയി. കണ്ടോ, Cl മാറി OH വന്നു, X മാറി OH വന്നു. എന്തെടുക്കുക? അക്വസ് KOH എടുക്കുക. Kയും Clയും കൂടെ ആര് പുറത്ത് പോകും? KCl പുറത്ത് പോകും. എന്നിട്ട് ആ Clൻ്റെ സ്ഥാനത്ത് ആര് കയറും? OH കയറും. സോ അക്വസ് KOH. അപ്പോൾ അക്വസ് KOH നമ്മൾ ആദ്യം പഠിച്ചത് ആൽക്കഹോളിക് ആണ്. KOHന് ആൽക്കഹോൾ എടുക്കുന്നു. രണ്ടാമത്തെ KOHനെ വെള്ളത്തിലെടുക്കുന്നു. KOHന് ആൽക്കഹോളാണ് എടുക്കുന്നതെങ്കിൽ ഡീഹൈഡ്രോ ഹാലജനേഷൻ, ബീറ്റ ഹൈഡ്രജൻ എലിമിനേഷൻ, സ്റ്റേറ്റ്സ് ഓഫ് റൂൾ. ഹാലജൻ പോവും, ഹാലജൻ അറ്റാച്ച് ചെയ്തേക്കുന്ന കാർബൺ ആൽഫ കാർബൺ, അതിൻ്റെ തൊട്ടടുത്ത കാർബൺ ബീറ്റ കാർബണിൽ നിന്ന് ഹൈഡ്രജൻ പോവും. 2 ബീറ്റ ഉണ്ടെങ്കിൽ നമുക്ക് 2 പ്രൊഡക്റ്റ് കിട്ടും. അതിലൊന്ന് മേജർ ഒന്ന് മൈനർ. മേജറിനെ തീരുമാനിക്കുന്ന സ്റ്റേറ്റ്സ് ഓഫ് റൂൾ. കൂടുതൽ കാർബൺ വരുന്ന ബീറ്റയുടെ സൈഡിൽ നിന്നായിരിക്കും പോകുന്നത്, അത് മേജർ. ഇനി അക്വസ് KOH ആണെങ്കിൽ ജസ്റ്റ് ഹാലജൻ മാറ്റിയിട്ട് പകരം എന്തിനെ കൊടുക്കുക? OHനെ കൊടുക്കുക. ഓക്കെ, സിമ്പിൾ. അപ്പോൾ 2 എണ്ണമായി ആൽക്കഹോളിക് KOHും അക്വസ് KOHും. ഇനി മൂന്നാമത്തെ ഭയങ്കര രസമാണ്. ഏതൊക്കെയാണ്? PCl3, PCl5, SOCl2, HX റെഡ് ഫോസ്ഫറസ്. ഇതെല്ലാം ഒറ്റ റിയാക്ഷനാണ് തരുന്നത്. അതായത് ROH ആരാ? ആൽക്കഹോളാണ്. ആൽക്കഹോളിനകത്തോട്ട് ഞാൻ PCl3, PCl5, SOCl2, HX ബാർ റെഡ് ഫോസ്ഫർ, HI ബാർ റെഡ് ഫോസ്ഫറസ് ആണ് കോമൺലി എടുക്കുന്നത് കേട്ടോ. ഇത് ഏതെടുത്താലും ഈ OH മാറിയിട്ട് പകരം Cl കയറും. Cl കയറും. അതായത് ഇവിടെ എല്ലാം Cl ഉണ്ട്, ഇവിടെ നമുക്ക് Cl എടുക്കാം. നമുക്ക് മാറി OH മാറി Cl കിടക്കും. അതായത് ആൽക്കഹോളിനെ നമ്മൾ നേരത്തെ തിരിച്ചാണ് പഠിച്ചത്. ആൽക്കഹോളിനെ ആൽക്കൈൽ ഹാലൈഡ് ആക്കും.
എന്നാൽ തിരിച്ച് ആൽക്കൈൽ ഹാലൈഡിനെ ആൽക്കഹോൾ ആക്കണോ എന്തെടുത്താൽ മതി? അക്വസ് KOH എടുത്താൽ മതി. തിരിച്ചാക്കണമെങ്കിൽ ഹാലജൻ മാറ്റിയിട്ട് OH കയറ്റണമെങ്കിൽ എന്തെടുത്താൽ മതി? അക്വസ് KOH എടുത്താൽ മതി. എന്നാൽ OHന് ആൽക്കൈൽ ഹാലൈഡ്, അതായത് OH മാറി Cl വരണമെങ്കിൽ PCl3 PCl5 SOCl2 റെഡ് ഫോസ്ഫറസ് എടുത്തു കഴിഞ്ഞാൽ OH ഉള്ള കോമ്പൗണ്ടിൽ നിന്ന് OH മാറിയിട്ട് Cl വരും. സിമ്പിൾ സാധനം. OH മാറി Cl വരും. ഓക്കെ ആണല്ലോ. മൂന്നാമത്തെ ടിക്കാണ്. ഇവർ ഇതെല്ലാവരും മതി. നമുക്കൊരു എക്സാമ്പിൾ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇവിടെ നോക്കണം. CH3 CH2 CH2 OH. ഇതിനകത്തോട്ട് ഞാൻ SOCl2നെ ആഡ് ചെയ്തു. എന്ത് സംഭവിക്കുന്നത്? SOCl2 OH മാറ്റിയിട്ട് പകരം ആരെ കയറ്റും? Clനെ കയറ്റും. എന്ത് കിട്ടും പ്രൊഡക്റ്റ്? CH3 CH2 CH2 Cl. OH മാറി Cl വരും. സിമ്പിൾ. ഓക്കെ ആണല്ലോ. അപ്പം മൂന്നാമത്തത് PCl3 PCl5 SOCl2 റെഡ് ഫോസ്ഫറസ് ആണ്. റെഡ് ഫോസ്ഫറസ് പറച്ച്. അടുത്തത് മഗ്നീഷ്യം ഡ്രൈതർ. നല്ല റിയേജൻ്റ് ആണ് മഗ്നീഷ്യം ഡ്രൈതർ. മഗ്നീഷ്യം ഡ്രൈതർ നല്ല റിയേജൻ്റ് ആണ്. നമുക്ക് റിയാക്ഷൻ നോക്കാം. ഈ റിയാക്ഷനിൽ ഞാൻ RX എടുക്കുന്നു, ആൽക്കൈൽ ഹാലൈഡ് എടുക്കുന്നു. ഇതിനകത്തോട്ട് ഞാൻ മഗ്നീഷ്യവും ഡ്രൈതറും കൊടുത്തു കഴിഞ്ഞാൽ, മഗ്നീഷ്യവും ഡ്രൈതറും ഞാൻ സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ Rനും Xനും ഇടയ്ക്ക് ആര് കയറും? Mg കയറും. സോ കിട്ടുന്നത് RMgX ഇതായിരിക്കും കിട്ടുന്നത്. ഇതിന് നമ്മൾ വിളിക്കുന്ന പേര് ഗ്രിഗ്നാർഡ് റിയേജൻറ്റ്. നിങ്ങൾ കേട്ട് കാണും, ഗ്രിഗ്നാർഡ് റിയേജൻറ്റ്. ഗ്രിഗ്നാർഡ് റിയേജൻറ്റ്. ഗ്രിഗ്നാർഡ് റിയേജൻറ്റ്. സിമ്പിൾ. എക്സാമ്പിൾ നോക്കാം. ബെൻസി റിങ്ങിന് മുകളിൽ ഞാൻ Clനെ കൊടുത്തു. എന്നിട്ട് ഇതിനകത്തോട്ട് ഞാൻ Mg ഡ്രൈതർ ആഡ് ചെയ്യുന്നു. ഓക്കെ. ഇതേ റിയാക്ഷനാണ് ഞാൻ സോഡിയം ഡ്രൈതറും കൂടെ ആഡ് ചെയ്യാണ്. സോഡിയം ഡ്രൈതർ. Mg ഡ്രൈതർ ആഡ് ചെയ്താൽ എന്ത് കിട്ടും? സോഡിയം ഡ്രൈതർ. Mg ഡ്രൈതർ ആഡ് ചെയ്താൽ ഇതിനും ഇടയ്ക്ക്, ഈ Clൻ്റെയും ഇതിൻ്റെ ഇടയ്ക്ക് ആര് കയറും? Mg കയറും. അപ്പോൾ എന്ത് കിട്ടും? ബെൻസി റിങ് അല്ലേ? Mg എന്നിട്ട് Cl, അതായത് Clനും ഇതിനിടയ്ക്ക് Mg കയറും. എന്നാൽ സോഡിയം ട്രൈതർ ആണെങ്കിലോ അരൈൽ ഹാലൈഡിൽ സോഡിയം ട്രൈതർ ആഡ് ചെയ്താൽ ഫിറ്റിക് റിയാക്ഷനാണ്. Cl മാറി ബെൻസി റിങ് ഒന്നും കൂടെ വരും. ഡൈഫിനൈൽ കിട്ടും. 2 ഫിനൈൽ ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. 2 ഫിനൈൽ ശരിയല്ലേ? അപ്പം Mg ഡ്രൈതർ ആണെങ്കിൽ ആ ആൽക്കൈൽ ഹാലൈഡിൻ്റെ ഇടയ്ക്ക് Mg കയറും. നമ്മൾ ഗ്രിഗ്നാർഡ് റിയേജൻ്റ് ഉണ്ടാക്കാനാണ് Mg ഡ്രൈതർ കോമൺലി യൂസ് ചെയ്യുന്നത്. ഓക്കെ. ഇനി ഒറ്റൊരു റിയേജൻറ്റും കൂടെ ഉള്ളൂ, ബാക്കിയെല്ലാം കഴിഞ്ഞു. ഇത്രയും പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ തരാം ഇതിൻ്റെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയൊക്കെയാണ് ചോദ്യം. പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ ഇപ്പോൾ ചെയ്യാം. Mg ഡ്രൈ. ഇനി അടുത്തത് ലിത്തിയം അലൂമിനിയം ഹൈഡ്രേറ്റ് ആണ്. സിമ്പിളാണ്. ലിത്തിയം അലൂമിനിയം ഹൈഡ്രേറ്റ് LiAlH4. ഇവിടെ നടക്കുന്ന റിയാക്ഷൻ ഞാൻ RX എടുക്കുന്നു. ഇതിനകത്തോട്ട് ഞാൻ ലിത്തിയം അലൂമിനിയം ഹൈഡ്രൈഡിനെ ആഡ് ചെയ്ത് കൊടുത്താൽ X മാറിയിട്ട് അതിന് പകരം H വരും. അതെനിക്ക് കിട്ടുന്നത് RH. RH അതെന്തുവാ നോക്കാം. CH3Cl. ഇതിനകത്തോട്ട് ഞാൻ ലിത്തിയം അലൂമിനിയം ഹൈഡ്രൈഡിനെ ആഡ് ചെയ്യുന്നു. X എന്ന് പറഞ്ഞാൽ Cl മാറി H വരും. അപ്പോൾ Hഉം CH3യും കൂടെ ചേർന്ന് CH4. CH3 CHCl CH3. ഇതിനകത്തോട്ട് ഞാൻ ലിത്തിയം അലൂമിനിയം ഹൈഡ്രൈഡിനെ ആഡ് ചെയ്യുന്നു. X മാറി, അതായത് Cl മാറി H വരും. Hഉം CHഉം കൂടെ ചേർന്ന് CH2 ആവും. എന്ത് കിട്ടും? CH3 CH2 CH3. X മാറി H ആവും. ലിത്തിയം അലൂമിനിയം ഹൈഡ്രൈഡ്. അപ്പോൾ എത്ര റിയേജൻ്റായി? 5 റിയേജൻ്റായി. 5 റിയേജൻറ്റും പറഞ്ഞിട്ടുണ്ട്. എന്താണ് എങ്ങനെയാണെന്ന് 5 റിയേജൻറ്റും പറഞ്ഞിട്ടുണ്ട്. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം. ഇതിൻ്റെ പ്രീവിയസ് ഇയറിൽ നമുക്ക് ചോദിച്ചിരിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. അതായത് ഈ റിയേജൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിരിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് എഴുതിയിടാം. അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് മനസ്സിലാക്കി നോക്കാം. ഓക്കെ. ഓരോരോ റിയാക്ഷൻസ് ആയിട്ട് നമുക്ക് നോക്കാം. ഒരുപാട് വട്ടം നമ്മുടെ അടുത്ത് ചോദിച്ചതാണ്. ഓക്കെ. ഇതാണ് ഒന്നാമത്തെ റിയാക്ഷൻ. CH3 CH2 CH2 Br. ഇതും ആൽക്കഹോളിക് KOH. പ്രോഡക്റ്റ് എന്തുവാണെന്നാണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. നമുക്ക് ചെയ്യാം. CH3 CH2
CH3Br പ്ലസ് Mgയും ഡ്രൈ ഈതർ. ഇത് വേറൊരു ക്വസ്റ്റ്യൻ മാർക്ക്. ഇതെല്ലാം ഓരോ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ഓരോ മാർക്കിനും നമുക്ക് ചോദിക്കുന്നതാണ്. അടുത്തത് CH3CH2Br ലിത്തിയം അലൂമിനിയം ഹൈഡ്രൈഡും എന്തൊരു പ്രൊഡക്റ്റ് കിട്ടുന്നു എന്നുള്ളത്. ഓക്കെ, അടുത്തത് CH3CH2Br ദെൻ അക്വസ് KOH എന്ത് പ്രൊഡക്റ്റ് കിട്ടുന്നുണ്ടെന്ന് കറക്റ്റായിട്ട് നോട്ട് ചെയ്യാൻ വേണ്ടിയാണ് ക്വസ്റ്റ്യൻ കൊടുത്തേക്കുന്നത്. അത് കണക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ CH3CH2CHBr സിംഗിൾ ബോണ്ട് CH3 ഇതിനകത്തോട്ട് ഞാൻ ആൽക്കഹോളിക് KOHനെ ആഡ് ചെയ്യുന്നു, എന്ത് കിട്ടുമെന്നുള്ളത്. ഇതെല്ലാം ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടേക്കാണ്, ഇതെല്ലാം ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ട് അവർ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. ഇനിയുണ്ട്. ഓക്കെ, ഇതാണ് CH3CH2OH ഇതിനകത്തോട്ട് PCl3 ആഡ് ചെയ്യുന്നു, എന്ത് കിട്ടുമെന്നാണ് ക്വസ്റ്റ്യൻ. ഇനിയുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി ഇനി നമുക്ക് വരുന്നുണ്ട്. അതിന് കൺവേർഷൻസ് കുറച്ചുണ്ട്, ആദ്യം ഇത് ചെയ്യാം നമുക്ക്. നോക്കിക്കേ, ആദ്യം ആരെ ആഡ് ചെയ്തേക്കുന്ന ആൽക്കഹോളിക് KOH എന്താണെന്ന് അറിയാമല്ലോ. ഡീഹൈഡ്രോ ഹാലജനേഷൻ ആണ്. ബീറ്റാ ഹൈഡ്രജൻ എലിമിനേറ്റ് ചെയ്യും, സ്റ്റേറ്റ്സ് ഓഫ് റൂൾ വരും. ഹാലജൻ പോവും, ഹാലജൻ അറ്റാച്ച് ചെയ്തേക്കുന്ന കാർബണിൻ്റെ തൊട്ടടുത്ത് ഒരു കാർബൺ ഉള്ളതുകൊണ്ട് സ്റ്റേറ്റ്സ് ഓഫ് റൂൾ വരത്തില്ല. ഹാലജൻ പോവും. ഹാലജൻ അറ്റാച്ച് ചെയ്തേക്കുന്ന കാർബണിൻ്റെ തൊട്ടടുത്ത കാർബണിൽ നിന്ന് ഒരു ഹൈഡ്രജനും കൂടെ പോകും, ഡബിൾ ബോണ്ട് ആവും. എന്തൊട്ടെന്ന് പറഞ്ഞേ, CH3 സിംഗിൾ ബോണ്ട് അതേ കണക്ക് തന്നെ. CH2 എന്താവും, CH ആവും. അവർക്കിടയിൽ ഏത് ബോണ്ട് വരും, ഡബിൾ ബോണ്ട് വരും. ഇതാണ് പ്രൊഡക്റ്റ്. അടുത്തത് ഡ്രൈ ഈതർ, മഗ്നീഷ്യം ഡ്രൈ ഈതർ. സോഡിയം ഡ്രൈ ഈതർ ആണെങ്കിൽ വുഡ്സ് റിയാക്ഷൻ ആയിരിക്കും. മഗ്നീഷ്യം ഡ്രൈ ഈതർ, അപ്പോൾ ഇതിനും ഇടയ്ക്ക് മഗ്നീഷ്യം കയറും. എന്ത് കിട്ടും, CH3MgBr. സിമ്പിൾ. ഇവിടെ നോക്കേ, ലിത്തിയം അലൂമിനിയം ഹൈഡ്രൈഡ്, ഹാലജൻ മാറി അതിന് പകരം ഹൈഡ്രജൻ വരും. അപ്പോൾ എന്ത് കിട്ടും, CH3 സിംഗിൾ ബോണ്ട് CH3. അടുത്തത് അക്വസ് KOH, ആൽക്കഹോളിക് KOH കണക്കാൽ അക്വസ് KOH. Br മാറിയിട്ട് പകരം OH വരും, ഹാലജൻ മാറി OH വരും. എന്ത് കിട്ടും, CH3CH2OH. ഇവിടെ നോക്കേ, ആൽക്കഹോളിക് KOH, ഹാലജൻ പോവും, ഹാലജൻ അറ്റാച്ച് ചെയ്തേക്കുന്ന കാർബൺ തൊട്ടടുത്ത കാർബൺ ഉണ്ട്. അപ്പോൾ സ്റ്റേറ്റ്സ് ഓഫ് റൂൾ വരണം. 2 പ്രൊഡക്റ്റ് കിട്ടും നമുക്ക്. ഏതൊക്കെ പ്രൊഡക്റ്റ്? അത് ഇവിടുന്ന് പോകുന്ന എഴുതാം. ഒന്ന് പറഞ്ഞേ, CH3 CH2 CH ആവും അല്ലേ, ഡബിൾ ബോണ്ട് CH3. ഇനി ഇവിടുന്ന് പോകുന്നത് ഒന്ന് പറഞ്ഞേ, CH3 CH2 അതേ കണക്ക് തന്നെ ഉണ്ട് അല്ലേ, CH ഇവിടുന്ന് പോകുമ്പോൾ ഡബിൾ ബോണ്ട് CH2. കൂടുതൽ കാർബൺ വരുന്ന സൈഡിൽ നിന്ന് പോകുന്നതായിരിക്കും മേജർ. ഇതാണ് കൂടുതൽ കാർബൺ വരുന്ന ബീറ്റ. അപ്പോൾ ഇത് മേജർ, ഇത് മൈനർ. ഇനി നോക്കിക്കേ, PCl OH മാറിയിട്ട് ആര് വരും, Cl വരും. എന്ത് കിട്ടും, CH3 CH2 Cl. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇങ്ങനെ ആയിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോൾ ഡയറക്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല, എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും, ഒരു ബുദ്ധിമുട്ടില്ലാത്തതാണ്. ആ റിയേജൻറ്റ് കറക്റ്റായിട്ട് എന്തിനെ മാറ്റുന്നു എന്ന് മാത്രം പഠിച്ചു വെച്ചാൽ മതി. ഇനി കുറച്ച് കൺവേർഷനും കൂടെ നോക്കാം, ഒരു 3-4 കൺവേർഷൻ. ഓക്കെ, അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം. ഓക്കെ, അപ്പം ഇതാണ് കൺവേർട്ട് ദി ഫോളോയിങ്. നമുക്ക് പ്രീവിയസ് ഇയറിൽ തന്നെയാണ് ചോദിച്ചാണ് കൺവേർട്ട് ദി ഫോളോയിങ്. മിക്ക പിള്ളേരും ഈ കൺവേർട്ട് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ചെയ്യില്ല, എന്തോ വലിയ ബുദ്ധിമുട്ടാണെന്നും പറഞ്ഞാണ് കൺവേർട്ട് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ചെയ്യാത്തത്. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, കൺവേർട്ട് CH3 CH2Br ഇതിനെ കൺവേർട്ട് ചെയ്യേണ്ടത്, ഒന്ന് ഈതേനാക്കി കൺവേർട്ട് ചെയ്യണം, ഈതേൻ. 2 എത്തനോളാക്കി കൺവേർട്ട് ചെയ്യണം. 3 ബ്യൂട്ടേനാക്കി കൺവേർട്ട് ചെയ്യണം. 4 എത്തോക്സി ഈതേൻ ആക്കി കൺവേർട്ട് ചെയ്യണം. 4 കൺവേർഷൻ. അത് ഒരു ക്വസ്റ്റ്യനാണ്, 4 മാർക്കിന് പ്രീവിയസ് ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യനാണ്, 4 മാർക്കിന്. ഇനി നോക്കാം വേറെ കൺവേർഷൻ ഉണ്ടോയെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം, വേറെ ഏതെങ്കിലും കൺവേർഷൻ വരുന്നുണ്ടോയെന്ന്. ഓക്കെ, കൺവേർഷൻ വേറെയും കിടപ്പുണ്ട്. ഓക്കെ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. എന്തായാലും നമുക്ക് ഈ കൺവേർഷൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഈ ഒരു കൺവേർഷൻ, അതായത് ഇതിനെ അതായിട്ട് കൺവേർട്ട് ചെയ്യുന്നു, നമുക്ക് നോക്കാം. ഈ കൺവേർഷൻ ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്ന CH3 CH2Brനെ ആദ്യം ഈതേനാക്കണം. അത് നോക്കാം. CH3 CH2Brനെ ഈതേൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കാർബൺ ഇടയ്ക്ക് സിംഗിൾ ബോണ്ട്. ഇതാ ഈതേൻ, CH3 സിംഗിൾ ബോണ്ട് CH3, ഇതാണ് ഈതേൻ.
അതായത് CH3 അവിടെ തന്നെയുണ്ട്, മാറ്റമില്ല. CH2 അവിടെ തന്നെയുണ്ട്, പക്ഷെ Br ഇല്ല. Brന് പകരം H വന്നു. അപ്പോഴല്ലേ CH3 ആവുന്നത്. Brന് പകരം ഒരു ഹാലജന് പകരം നമ്മൾ എങ്ങനെ Hനെ കൊണ്ടുവരുന്ന? എന്തിനെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി? ലിത്തിയം അലൂമിനിയം ഹൈഡ്രൈഡ്, LiAlH4 കിട്ടി. അപ്പോൾ ഇത് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? LiAlH4 കഴിഞ്ഞു. സിമ്പിൾ. അടുത്ത എന്തുവാ? എത്തനോളാക്കി മാറ്റണം. അപ്പം CH3 CH2 Brനെ എത്തനോളാക്കണം. എത്തനോളാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്തെന്ന് പറഞ്ഞാൽ 2 കാർബണിനകത്ത് OH, ബാക്കി ഫില്ല് ചെയ്യുമ്പോൾ CH3 CH2 OH. അതായത് ഇവിടുത്തെ Br മാറിയിട്ട് അതിന് പകരം OH വരണം. ഹാലജൻ മാറിയിട്ട് എങ്ങനെ OH വരുന്നത്? എന്തിനെ ആഡ് ചെയ്ത് കൊടുക്കുക? അക്വസ് KOH. അക്വസ് KOH ആഡ് ചെയ്താൽ ഹാലജൻ മാറി OH വരും. സിമ്പിൾ. അപ്പോൾ ഇവിടെ നമ്മൾ എടുക്കേണ്ടത് അക്വസ് KOH. അടുത്തത് ബ്യൂട്ടൈൻ ആക്കണം. അതായത് CH3 CH2 Brനെ ബ്യൂട്ടൈൻ ആക്കണം. ബ്യൂട്ടൈൻ എത്ര കാർബൺ? 4 കാർബൺ. CH3 CH2 CH2 CH3 ബ്യൂട്ടൈൻ ആക്കണം. അതായത് Br മാറിയിട്ട് ഇവരൊന്നും കൂടെ റിപ്പീറ്റ് ചെയ്യണം. അതല്ലേ കാണിച്ചു തന്നിട്ട് അവർ അതേ കണക്ക് തന്നെ ഉണ്ട്, അവരൊന്നും കൂടെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ റിപ്പീറ്റ് ചെയ്യണം. ഇപ്പോൾ ഹാലജൻ പോണ റിപ്പീറ്റ് ചെയ്യണം. അത് റിയാക്ഷനാണ്, വുഡ്സ് റിയാക്ഷൻ. അപ്പം ഏതാ? സോഡിയവും ഡ്രൈതറും. ആണ്ട സോഡിയം ഡ്രൈതർ. അടുത്തതാ എത്തോക്സി ഈഥേൻ ആക്കണം. അതൊരു പ്രശ്നക്കാരനാണല്ലോ. CH3 CH2 Brനെ എത്തോക്സി ഈഥേൻ, എത്തോക്സി ഈഥേൻ, എത്തോക്സി ഈഥേൻ, CH2 CH3 ഈഥേൻ, എത്തോക്സി ഈഥേൻ. രണ്ട് സൈഡിലും 2 കാർബൺ വീതം, ഇടയ്ക്ക് ഓക്സിജൻ. എത്തോക്സി ഈഥേൻ. 2 സൈഡിലും 2 കാർബൺ വീതം, ഇടയ്ക്ക് ഓക്സിജൻ. നോക്കിക്കേ, ദാ Br മാറിയിട്ട് ഇത് RX ആണ്. RX അതിൽ X മാറിയിട്ട് ഇതാ O വരണം. ഓയുടെ കൂടെ 2 കാർബൺ. ഏതാ ഇത്? ഇതേതാ? ഇത് ഈതർ അല്ലേ? അപ്പോൾ ഇത് വില്യംസൺ ഈതർ സിന്തസിസ് അല്ലേ? അപ്പോൾ നമ്മൾ RXൻ്റെ കൂടെ എടുക്കേണ്ടത് RONA അല്ലേ? ശരിയല്ലേ? അതിൽ RXനെ അവർ എടുത്തിട്ടുണ്ട് 2 കാർബൺ. ഇതാണ് 2 കാർബൺ. പിന്നെ O വന്നിട്ടുണ്ട്. NA നമുക്ക് വേണ്ട. ഓയുടെ കൂടെ വരുന്ന R ഏതായിരിക്കണം? CH2 CH3. അപ്പോൾ R എന്തുവാ? CH3 CH2 ONA. അപ്പോൾ എന്തു കൊടുക്കണ്ട? CH3 CH2 ONA. എന്തുവാ? CH3 CH2 ONA. സിമ്പിൾ. ഇതാണ് ഇവിടെ RX നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ RONA അല്ലേ എടുക്കണ്ട? RXൽ X മാറി ബാക്കി 2 കാർബൺ അങ്ങനെ തന്നെയുണ്ട്. പിന്നെ ഓയുടെ കൂടെ R വരണം. ഓയുടെ കൂടെ വരുന്ന R ഏതാ? CH3 CH2. സിമ്പിൾ സാധനം. ഓക്കെ, വേറെ 2-3 കൺവേർഷൻ കൂടെ നമുക്ക് നോക്കാം. ഇതൊറ്റ കൺവേർഷൻ നമ്മൾ ചെയ്തതാണ്. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു കൺവേർട്ട് ചെയ്യാനായിട്ട്. കണ്ടോ? ഇനി നമുക്ക് ആ SN1 SN2 പിന്നെ ജസ്റ്റ് ആ ബെൻസീൻ്റെ റിയാക്ഷൻ കൊണ്ട് പഠിച്ചാൽ മതി. ഫുൾ മാർക്ക് സ്കോർ 7 മാർക്കിന് ചോദിക്കുന്ന ചാപ്റ്ററാണ്. അതിൽ നിങ്ങൾക്ക് ഇതാ ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യനും ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി നമുക്ക് വേറൊരു കൺവേർഷൻ നോക്കാം. ഓക്കെ, എങ്ങനെ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം. ഈ 3 ചാപ്റ്ററും കൂടെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് കൺവേർഷൻ വരും കേട്ടോ. അതായത് നമ്മുടെ നേരത്തെ 2 ചാപ്റ്ററും മീൻസ് അടുത്ത വരുന്ന 2 ചാപ്റ്ററില്ലേ, അത് 2 കൂടെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഒരു കൺവേർഷൻ കൂടെ കിടപ്പുണ്ട്. കൺവേർട്ട് എത്തനോൾ ടു ഫ്ലൂറോഈഥേൻ, ബ്യൂട്ടൈൻ ക്ലോറൈഡ് ടു ബ്യൂട്ടനോൾ. ആ 2 കൺവേർഷൻ. വേറെ കൺവേർഷൻ വല്ലതും ഉണ്ടോ നോക്കട്ടെ. ഈ 2 കൺവേർഷൻ അതും കൂടെ ഉള്ളൂ, കഴിഞ്ഞു. ഈ 2 കൺവേർഷൻ കൂടെ ആകുമ്പോഴത്തേക്ക് ഏകദേശം സെറ്റായി. ഓക്കെ, 2 കൺവേർഷൻ കൂടെ നോക്കാം. എത്തനോൾ ടു ഫ്ലൂറോഈഥേൻ. എത്തനോൾ എഴുതാം. എന്താ? 2 കാർബൺ. എത്തെന്ന് പറയുമ്പോൾ 2 കാർബൺ. ആയതുകൊണ്ട് 2 പേർക്കിടയ്ക്ക് സിംഗിൾ ബോണ്ട്. പിന്നെ ഓള് വരുമ്പോഴത്തേക്ക് ഒരു OH ഗ്രൂപ്പും കൂടെ വരണം. ഈ കാർബണിൻ്റെ ബാലൻസ് ഫില്ല് ചെയ്യാം. ഇവിടെ 1 ആയിട്ടുള്ളൂ, ബാക്കി 3. ഇവിടെ 2 ആയിട്ടുള്ളൂ, ബാക്കി 2. അപ്പോൾ എന്തോ കോമ്പൗണ്ട് എഴുതാം. CH3 CH2 OH. ഇതെന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു? ഫ്ലൂറോഈഥേൻ. അതായത് CH3 CH2 F ഫ്ലൂറോഈഥേനായിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പം OH മാറിയിട്ട് ഫ്ലൂറിൻ വരണം. അങ്ങനെ ഒരു റിയേജൻറ്റ് നമ്മൾ പഠിച്ചില്ല. OH മാറി ഫ്ലൂറിൻ വരാൻ നമ്മൾ പഠിച്ചിട്ടില്ല. ഇത് ഒരു ക്വസ്റ്റ്യൻ 2 മാർക്കിൻ്റെ. അത് ഞാൻ പ്രത്യേകം പറയാൻ മറന്നു. 2 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പ്രീവിയസ് ഇയറിൽ ചോദിച്ചതാണ്.
OH നിങ്ങൾക്ക് ഫ്ലൂറിനാക്കാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, നിങ്ങളടുത്ത് പറഞ്ഞാൽ നമ്മൾ ഫ്ലൂറിനെ ഉണ്ടാക്കുന്നത് ഏത് റിയാക്ഷൻ വെച്ചിട്ടായിരുന്നു? ക്ലോറിനെയാണ് നമുക്ക് എന്താക്കി മാറ്റാൻ പറ്റുന്നത്? ക്ലോറിനെയോ ബ്രോമിനെയോ ആണ് നമുക്ക് ഫ്ലൂറിനാക്കി മാറ്റാൻ പറ്റുന്നത്. അല്ലാതെ ഡയറക്റ്റായിട്ട് നമുക്ക് ഫ്ലൂറിനെ ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ ആദ്യം ഇവിടുന്ന് ക്ലോറിനെയോ ബ്രോമിനെയോ ഉണ്ടാക്കണം, എന്നിട്ട് ഫ്ലൂറിനെ ഉണ്ടാക്കണം. ഫ്ലൂറിൻ ഉണ്ടാക്കുന്ന ഏത് റിയാക്ഷനാണ്? നമ്മുടെ സ്വാർട്സ് റിയാക്ഷൻ. അപ്പോൾ ആദ്യം നമ്മുടെ കയ്യിൽ ക്ലോറിൻ വരണം. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് CH3CH2OH ആദ്യം എന്താക്കി കൺവേർട്ട് ചെയ്യണം? CH3CH2ClO BrO ആക്കി കൺവേർട്ട് ചെയ്യണം. അതിനുശേഷം മാത്രമേ നമുക്ക് എന്താക്കി മാറ്റാൻ പറ്റൂ? CH3CH2F ആക്കി മാറ്റാൻ പറ്റും. ഡയറക്റ്റായിട്ട് പറ്റത്തില്ല. CH3CH2Cl എങ്ങനെ ഇതാക്കി മാറ്റുന്ന? ഏതെടുത്താൽ മതി? AgF എടുത്താൽ മതി, സിൽവർ ഫ്ലൂറൈഡ് എടുത്താൽ മതി. ഇതിനെ എങ്ങനെ ഇതാക്കി മാറ്റാൻ പറ്റും? സിമ്പിളാണ്. PCl3ഓ അല്ലെങ്കിൽ PCl5ഓ അല്ലെങ്കിൽ SOCl2 ആഡ് ചെയ്താൽ മതി. OH എന്താവും? Cl ആവും. ആ Clനെ പിന്നെ F ആക്കി മാറ്റാം. ഇത് ഡയറക്റ്റ് കൺവേർഷൻ അല്ല, 2 സ്റ്റെപ്പിൽ നടക്കുന്ന കൺവേർഷനാണ്. ഇനി നോക്കേ, ബ്യൂട്ടേൻ ക്ലോറൈഡ് ടു ബ്യൂട്ടനോൾ. അത് സിമ്പിളാണ്. ദാ ബ്യൂട്ടേൻ ക്ലോറൈഡ് CH3CH2CH2CH2Cl ബ്യൂട്ടേൻ ക്ലോറൈഡ്, അതിനെ ബ്യൂട്ടനോൾ. ബ്യൂട്ടനോൾ എന്ന് പറയുമ്പോൾ CH3CH2CH2CH2OH ബ്യൂട്ടനോൾ. അതായത് Cl മാറി OH വരണം. എന്തെടുത്താൽ മതി? അക്വസ് KOH. സിമ്പിൾ. ഇത്രയുമാണ് നമുക്ക് റിയേജൻസിൽ വരുന്ന. നമ്മൾ മൊത്തം എത്ര റിയേജൻസാണ് പഠിച്ചത്? അക്വസ് KOH, ഹാലജൻ മാറ്റി OH കൊടുക്കുക. ആൽക്കഹോളിക് KOH, ബീറ്റ ഹൈഡ്രജൻ എലിമിനേഷൻ, സ്റ്റേറ്റ്സ് ഓഫ് റൂൾ നോക്കുക. 2 ബീറ്റ വരുന്നുണ്ടെങ്കിൽ ഹാലജൻ പോവും. ഹാലജൻ അറ്റാച്ച് ചെയ്തേക്കുന്ന കാർബണിൻ്റെ തൊട്ടടുത്ത കാർബണിൽ നിന്ന് ഹൈഡ്രജൻ കൂടെ പോകും. പിന്നെ വരുന്നതെന്ന് പറയുന്നത്, മൂന്നാമത്തെ കേസിൽ നമുക്ക് വരുന്നതെന്ന് പറയുന്നത് നമ്മുടെ PCl5, PCl3, SOCl2, HX ബാർ റെഡ് ഫോസ്ഫറസ്. ഇവിടെ എല്ലാം നമുക്ക് OH മാറി ഹാലജൻ Cl വരും. പിന്നെ മഗ്നീഷ്യം ട്രൈതർ, Rനും Xനും ഇടയ്ക്ക് Mg കയറും. പിന്നെ വരുന്ന ഒരു റിയേജൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ്, ഹാലജൻ മാറ്റി Hനെ കൊടുക്കുക. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.